ജസ്പ്രീത് ബൂംറ ICCയുടെ 2024 മികച്ച ടെസ്റ്റ് താരം. ജസ്പ്രീത് ബൂംറ, യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ എന്നിവർ ICC വേൾഡ് 11-ൽ ഇടം നേടി. പാറ്റ് കമ്മിൻസ് ആണ് ടീമിന്റെ നായകൻ. അനിൽ വാസുദേവാണ് വിശദാംശങ്ങളുമായിട്ട് ചേരുന്നത്. അനിൽ, ഗുഡ് ഈവനിങ്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം, എല്ലാം മാറി വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തായാലും സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള പുതിയ വാർത്ത പറയൂ. ക്രിസ്റ്റീന, ഗുഡ് ഈവനിങ്. എന്തായാലും ഇന്ത്യയെ തേടി മറ്റൊരു ICC പുരസ്കാരം കൂടി വരികയാണ്. ഇന്ത്യക്ക് ഇത് ഈ സീസണിൽ കിട്ടാവുന്ന 4ാമത്തെ പുരസ്കാരമാണ്. നേരത്തെ 2020 താരമായ അർഷദീപ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സ്മൃതി മന്ദാന ഇന്ന് രാവിലെയാണ് മികച്ച വനിതാ ഏകദിന താരത്തിലുള്ള പുരസ്കാരം നേടിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മികച്ച ടെസ്റ്റ് താരത്തിനുള്ള പുരസ്കാരം ജസ്പ്രീത് ബുംറയെ തേടിയെത്തിയത്. 13 ടെസ്റ്റുകളിൽ നിന്നായി 71 വിക്കറ്റ് എടുത്ത അത്യുജ്വല പ്രകടനമാണ് ബുംറയ്ക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. നമുക്കറിയാം, കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലടക്കം ബുംറയുടെ ഒറ്റയാൾ പ്രകടനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ടീമിന് വേണ്ടി അത്ര വലിയ ഇമ്പാക്റ്റോട് കൂടി കളിച്ച ആ താരത്തെ തേടി അർഹമായ പുരസ്കാരം വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ മികച്ച ടെസ്റ്റ് 11-ലും ബുംറ ഇടം പിടിച്ചിട്ടുണ്ട്. ബുംറയ്ക്കൊപ്പം യശസ്വി ജയ്സ്വാൾ, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ. പാറ്റ് കമ്മിൻസ് ആണ് ഈ ടീമിന്റെ നായകൻ. ബോർഡർ ഗവാസ്കർ പരമ്പര ഓസ്ട്രേലിയക്ക് ദീർഘനാളിന് ശേഷം നേടിക്കൊടുത്ത നായകൻ. ഒപ്പം തന്നെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലേക്ക് ഓസ്ട്രേലിയയ്ക്ക് വീണ്ടും യോഗ്യത നേടിക്കൊടുക്കാനും പാറ്റ് കമ്മിൻസിനായി. ആ ഒരു നേട്ടങ്ങളൊക്കെ തന്നെ ടീമിന്റെ നായകനായി കൊണ്ടുവന്നിരിക്കുന്നത് പാറ്റ് കമ്മിൻസിനെയാണ്. ഇനി 3 പുരസ്കാരങ്ങൾ കൂടിയാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. അത് മികച്ച ക്രിക്കറ്റ് താരം, കഴിഞ്ഞ വർഷത്തെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം, ഒപ്പം തന്നെ വനിതാ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരവും ആണ് ഇനി പ്രഖ്യാപിക്കാനുള്ള പുരസ്കാരം. അതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പേരിലേക്കും ബുംറയുടെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ബുംറയ്ക്ക് ഇരട്ട പുരസ്കാരം കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്റ്റീന, ശരി. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ആത്മാർത്ഥതയ്ക്ക് ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കാം. അസുഖമായിട്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഫോണിൽ കൂടെ വരാൻ പറ്റാത്ത സാഹചര്യമാണ്, കുറച്ച് വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ബൂംറ, സ്മൃതി ബന്ധാന, എന്തായാലും ബുംറയ്ക്ക് ഒരു അവാർഡ് കൂടെ കിട്ടട്ടെ, നമ്മൾ കാത്തിരിക്കുകയാണ്.